വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ പുതിയൊരു സമാധാന കരാറിലേക്ക് അടുക്കുന്നുവെന്ന ശുഭവാർത്തകൾ പുറത്തുവരുന്നതിനിടയിലും പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഹോർമുസ് കടലിടുക്കിൽ അതീവ ഗുരുതരമായ സൈനിക വിന്യാസങ്ങളും വ്യോമാക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. സമാധാന ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് ഇരുപക്ഷവും അവകാശപ്പെടുമ്പോഴും തന്ത്രപ്രധാനമായ ഈ കടൽപാതയിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പുതിയ നീക്കങ്ങൾ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം വെള്ളിയാഴ്ച ഹോർമുസ് കടലിടുക്കിന് നേരെ ലക്ഷ്യമിട്ടെത്തിയ ഇറാന്റെ ഒന്നിലധികം മാരകമായ സിവൈഡ് ഡ്രോണുകളെ അമേരിക്കൻ നാവികസേന വെടിവെച്ചിട്ടു. സമാധാനത്തിന്റെ പാതയിലാണ് ഇരു രാജ്യങ്ങളും എന്ന പ്രതീക്ഷ നിലനിൽക്കെ തന്നെയാണ് യുദ്ധസമാനമായ അന്തരീക്ഷമുണ്ടാക്കിക്കൊണ്ട് ഈ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകളുടെ സുഗമമായ സഞ്ചാരത്തിന് ഇറാന്റെ ഈ അത്യാധുനിക ഡ്രോണുകൾ വലിയ ഭീഷണിയാണ് ഉയർത്തിയത്. ഈ സുരക്ഷാ പ്രതിസന്ധി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന US പ്രതിരോധ സംവിധാനങ്ങൾ അടിയന്തരമായി ഇടപെട്ടതും ഇറാന്റെ ഡ്രോൺ വ്യൂഹത്തെ ആകാശത്ത് വെച്ച് തന്നെ തകർത്തതും. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ഉന്നത നയതന്ത്ര പ്രതിനിധിയാണ് ഈ വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് കൈമാറിയത്. ലോകത്തെ ഏറ്റവും തിരക്കേറിയ വാണിജ്യ പാതകളിലൊന്നായ ഹോർമുസിൽ ഇത്തരം നീക്കങ്ങൾ തുടരുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെയും എണ്ണ വ്യാപാരത്തെയും വരും ദിവസങ്ങളിൽ സാരമായി ബാധിച്ചേക്കുമെന്ന ആശങ്കയും ശക്തമാണ്. ഈ പുതിയ സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് ശക്തമായി മുന്നറിയിപ്പ് കൊടുത്തത്. അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിലെ യാത്രാ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താനോ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്താനോ ഇറാൻ തുനിയരുതെന്ന് ട്രംപ് കർശനമായി ആവശ്യപ്പെട്ടിരുന്നു. തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്താനും ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറാനും ഇറാൻ അടിയന്തരമായി തയ്യാറാകണമെന്ന് ട്രംപ് തന്റെ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. വളരെ ആക്രമോത്സുകമായ ഭാഷയിലാണ് ട്രംപ് ടെഹ്റാന് താക്കീത് കൊടുത്തത്. ഇറാൻ എത്രയും പെട്ടെന്ന് അവരുടെ നിലപാടുകൾ തിരുത്തണം, അത് വളരെ വേഗത്തിലായിരിക്കണമെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ട്രംപിന്റെ ഈ കടുത്ത മുന്നറിയിപ്പ് നിലനിൽക്കെ തന്നെയാണ് ഇറാൻ സൈന്യം ഹോർമുസിൽ പുതിയ വ്യോമാക്രമണത്തിന് മുതിർന്നത് എന്നത് അമേരിക്കയോടുള്ള പരസ്യമായ വെല്ലുവിളിയായിട്ടാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നയതന്ത്ര തലത്തിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും സൈനികമായി വഴങ്ങാൻ ടെഹ്റാൻ തയ്യാറല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ നീക്കത്തിലൂടെ അവർ നൽകുന്നത്. ഈ വ്യോമാക്രമണത്തിന് തൊട്ടു പിന്നാലെ പശ്ചിമേഷ്യയിലെ യുദ്ധബാധിത പ്രദേശങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ചുരുങ്ങിയത് 2 പ്രമുഖ മേഖലകളെയെങ്കിലും കുലുക്കിക്കൊണ്ട് വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഈ സ്ഫോടനങ്ങൾ ഇറാന്റെ ഡ്രോൺ ആക്രമണവുമായി ബന്ധപ്പെട്ടതാണോ അതോ അമേരിക്കയുടെ തിരിച്ചടിയാണോ എന്നതിൽ ഇനിയും പൂർണ്ണമായ വ്യക്തത വന്നിട്ടില്ല. ഒരു വശത്ത് വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ വൻ പുരോഗതിയുണ്ടെന്ന് ഇരുവിഭാഗവും അവകാശപ്പെടുന്നുണ്ട്. ഉപരോധങ്ങൾ നീക്കുന്നതിനെക്കുറിച്ചും ആണവ പദ്ധതികളിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതിനെക്കുറിച്ചും ഇരു രാജ്യങ്ങളും ഒത്തുതീർപ്പിലെത്തുമെന്ന പ്രതീക്ഷകൾക്കിടയിലാണ് ഈ അപ്രതീക്ഷിത സൈനിക നീക്കം പശ്ചിമേഷ്യ വീണ്ടും പുകഴ്ത്തിയിരിക്കുന്നത്. സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ തങ്ങളുടെ തന്ത്രപ്രധാനമായ മേധാവിത്വം വിട്ടുകളയാൻ ഇറാൻ തയ്യാറല്ല എന്നാണ് ഹോർമുസിലെ ഈ സൈനിക നീക്കം തെളിയിക്കുന്നത്. അമേരിക്കയുമായി ചർച്ച നടത്തുമ്പോഴും തങ്ങളുടെ പ്രതിരോധ ശേഷിയും ആക്രമണ സ്വഭാവവും പ്രദർശിപ്പിക്കുക വഴി ചർച്ചകളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള ഇറാൻ സൈന്യത്തിന്റെ തന്ത്രമായും ഇത് വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ ട്രംപ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഡ്രോൺ ആക്രമണം വലിയൊരു നയതന്ത്ര പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ തങ്ങളുടെ സഖ്യകക്ഷികൾക്കും വാണിജ്യ കപ്പലുകൾക്കും നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ട്രംപിന്റെ ആഭ്യന്തര രാഷ്ട്രീയ പ്രതിച്ഛായയെ ബാധിക്കും. അതുകൊണ്ടാണ് കടുത്ത ഭാഷയിലുള്ള മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയത്. ഹോർമുസ് കടലിടുക്കിലെ പുതിയ സൈനിക വിന്യാസങ്ങൾ അന്താരാഷ്ട്ര വിപണിയിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ലോകത്തെ എണ്ണക്കടത്തിന്റെ ഭൂരിഭാഗവും നടക്കുന്ന ഈ പാതയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാകുന്നത് ഇന്ധനവില വർധനവിനും ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾക്കും കാരണമായേക്കാം. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രകോപനങ്ങൾ അമേരിക്കയിലെ യുദ്ധാനുകൂലികളായ രാഷ്ട്രീയ നേതാക്കൾക്ക് ട്രംപിന്റെ നയതന്ത്ര ചർച്ചകളെ വിമർശിക്കാനുള്ള ആയുധമായി മാറും. ഇറാനുമായി യാതൊരുവിധ ചർച്ചയും സാധ്യമല്ലെന്നും സൈനികമായ തിരിച്ചടിയാണ് ഏക പോംവഴിയെന്നും വാദിക്കുന്നവർക്ക് ഈ ഡ്രോൺ ആക്രമണം കൂടുതൽ കരുത്തു പകരും. വരും ദിവസങ്ങളിൽ അമേരിക്ക ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി. സൈനികമായ തിരിച്ചടികളിലേക്ക് അമേരിക്ക നീങ്ങിയാൽ അത് നിലവിലുള്ള സമാധാന ചർച്ചകളെ പൂർണ്ണമായി തകർക്കുകയും മേഖലയെ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും.
ഹോർമുസ് കടലിടുക്കിലെ പുതിയ സംഭവ വികാസങ്ങൾ അന്താരാഷ്ട്ര സമൂഹം അതിന്റെ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത്. സമാധാനവും യുദ്ധവും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇറാന്റെ ഈ ഇരട്ടത്താപ്പ് നയം പശ്ചിമേഷ്യയിലെ ഭൗമ രാഷ്ട്രീയ സമവാക്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത്. വരും മണിക്കൂറുകളിൽ ഉണ്ടാകുന്ന നയതന്ത്ര നീക്കങ്ങൾ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.